ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലോകരക്ഷകനായ ദിവ്യരക്ഷകനായ യേശുവിൻ്റെ ജന്മത്തിരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി നോമ്പ് നോറ്റ് സന്തോഷത്തോടു കൂടി കാത്തിരിക്കുകയാണല്ലോ നമ്മൾ. അന്ധകാരത്തിലായിരുന്ന ജനങ്ങൾ യേശുവിൻ്റെ ജനനത്തോടു കൂടി പ്രകാശത്തിൻ്റെ മക്കളായി തീർന്നു. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്നു, ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് അതിൻ്റെ ചിലവ് ആദ്യമേ തന്നെ നാം കൂട്ടി നോക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്മസ് ആഘോഷിക്കാൻ നാം ഒരുങ്ങുമ്പോൾ ഈശോയ്ക്ക് പിറക്കാൻ മുറ്റത്തുള്ള പുൽക്കൂട് മാത്രം മതിയോ? നമ്മുടെ ഹൃദയത്തിൽ ഈശോയ്ക്ക് പിറക്കാൻ ഒരു പുൽക്കൂടുണ്ടോ എന്നും നാം ചിന്തിക്കണം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന് മാലാഖമാർ ഉണ്ണീശോ ജനിച്ചപ്പോൾ പാടി. സന്മനസ്സുള്ളവർക്കാണ് സമാധാനമെന്ന് പാടിയത്. അതുകൊണ്ട് ഈ പിറവി തിരുനാൾ ആഘോഷിക്കാൻ നമ്മുടെ മനസ്സിനെ നമുക്ക് സജ്ജമാക്കാം. 25 ദിവസം നോമ്പെടുത്തതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഈശോ പിറക്കണമെന്നില്ല. നോമ്പിനോടൊപ്പം പ്രാർത്ഥനയോടുകൂടി നാം കാത്തിരിക്കണം. മറ്റുള്ളവരെ സ്നേഹിച്ചും ക്ഷമിച്ചും സഹകരിച്ചും കരുണ കാട്ടിയും ഈ നോമ്പുകാലം നമുക്ക് ചെലവഴിക്കാം. പ്രത്യേകിച്ച് അമ്മമാർ നോമ്പുകാലം എങ്ങനെയായിരിക്കണമെന്ന് കുഞ്ഞുങ്ങൾക്ക് മാതൃക കാണിച്ചു കൊടുക്കണം. അമ്മ കുടുംബത്തിൻ്റെ വിളക്കാണ്, കുഞ്ഞുങ്ങൾക്ക് മാതൃകയുമാണ്. അമ്മയുടെ സ്നേഹവും സഹനവും മറ്റുള്ളവരോടുള്ള പെരുമാറ്റ രീതിയും കണ്ടാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. അതുകൊണ്ട് അമ്മ കുഞ്ഞുങ്ങൾക്ക് മാതൃകയായിരിക്കണം. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും രോഗങ്ങളും തടസ്സങ്ങളും തകർച്ചകളും പലതരത്തിലുള്ള ആപത്തുകളും വരുമ്പോൾ അത് സഹിക്കാനുള്ള ശക്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും കുഞ്ഞുങ്ങളുടെ കൂടെ ഒരു പ്രകാശം പോലെ ശക്തി പോലെ കൂടെ ഉണ്ടാകണമേ എന്നും ഉണ്ണീശോയോട് പ്രാർത്ഥിക്കാം. ഈശോയുടെ സമാധാനം നമുക്ക് ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.